നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. മയക്കുമരുന്ന് ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ലഹരിക്കെതിരെ ശക്തമായ പ്രതികരണവുമായി എത്തുന്ന പാർവണ എന്ന ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ലഹരി വിരുദ്ധ സന്ദേശം സമൂഹത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഈ ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും പ്രസാധകനും എഡിറ്ററുമായ കനകരാഘവനാണ്. 8.25 സെക്കൻഡ് എന്ന സിനിമയ്ക്ക് പുറമെ നിരവധി ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമുകളും കനകരാഘവൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സൂചി എന്ന ഷോർട്ട് ഫിലിമിന് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഗ്രാഫ് എന്ന ഹോം സിനിമ കോണ്ടാക്ട് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡിന് അർഹമാവുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ബാലി സാഹിത്യ കൃതികൾ രചിച്ചിട്ടുള്ള സംവിധായകനായ കനകരാഘവൻ പല TV ചാനലുകളിലും സീനിയർ പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി ചലച്ചിത്രങ്ങളുടെയും ഡോക്യുമെന്ററികളുടെയും ക്യാമറാമാനായ പ്രവീൺ പണിക്കരാണ് പാർവണയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സംഗീതജ്ഞനും ഗ്രന്ഥകാരനുമായ സുധീർ നവരസ പാർവണയ്ക്ക് സംഗീതം പകർന്നിരിക്കുന്നു. പ്രഗത്ഭ സൗണ്ട് ഡിസൈനർ ആനന്ദ് ബാബുവാണ് ശബ്ദമിശ്രണം. സംവിധായകരായ അടൂർ ഗോപാലകൃഷ്ണന്റെയും ലെനിൻ രാജേന്ദ്രന്റെയും സംവിധാന സഹായിയായി പ്രവർത്തിച്ചിട്ടുള്ള ആരോമൽ വസന്തകുമാറാണ് പാർവണയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമകളുടെയും സീരിയലുടെയും ശ്രദ്ധേയനായ നടനും സംവിധായകനുമായ രമേഷ് ഗോപാൽ മറ്റൊരു വ്യത്യസ്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ബൈജു മുത്തുനേശൻ, പ്രശാന്ത് മുട്ടമൂട്, നെടുമങ്ങാട് കൃഷ്ണൻ, ഡോക്ടർ ബാലചന്ദ്രൻ, സദൃശ്യ രാധാകൃഷ്ണൻ, സുനിൽ സുരേന്ദ്രൻ, റോബിൻ തോമസ്, സന്തോഷ് കൊട്ടാരക്കര, ശ്രീലക്ഷ്മി, സജിത, ദീപാറാണി തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. അവതരണം സീകൾട്ട് ആൻഡ് റോസ് റൈസ് ഫിലിംസ്. നിർമ്മാണം ശ്രീജ എസ്, ആദിത്യരാജ്, അജിത കാർത്തികേയൻ. സംഗീതം സുധീർ നവരസ. ഗാനരചനം ശരത് ചന്ദ്രബാബു. പൊതുപ്രദർശനത്തോടൊപ്പം സോഷ്യൽ മീഡിയകളിലും ടെലിവിഷൻ ചാനലുകളിലും പാർവണയുടെ പ്രദർശനം ഉണ്ടായിരിക്കുമെന്ന് സംവിധായകൻ കനകരാഘവൻ തനിമ ന്യൂസിനോട് പറഞ്ഞു.